തന്റെ ജനതയോട് ഭയപ്പെടുത്തി പറയാത്തൊരു നബിയും ഇല്ല. അനിൽ അഅ്വരിൽ കദ്ദാബ്, ഈ കള്ളനായ കോങ്കണ്ണനെ കുറിച്ച്. ആര്? ദജ്ജാലിനെ കുറിച്ച് തന്റെ ജനതയോട് ഭയപ്പെടുത്തി പറയാത്ത ഒരു നബിയും ഇല്ല. അപ്പൊ ആദ്യ നബി മക്കളോട് പറഞ്ഞിട്ടുണ്ട് ദജ്ജാൽ എന്ന ആളുടെ ഭയങ്കരാണ്. അപ്പൊ ലോക ചരിത്രത്തിലെ 1.25 ലക്ഷം അമ്പിയാക്കന്മാര് ഭയപ്പെടുത്തി പറഞ്ഞ, 313 മുർസലീങ്ങൾ ഭയപ്പെടുത്തി പറഞ്ഞ, അവരെ ജനതയെ തെര്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയ അത്രയും വലിയ ദി ബിഗ്ഗസ്റ്റ് ഓൺ ദി ലാർജസ്റ്റ്, അത്രയും വലിയ ആളാണ് ആര്? ദജ്ജാൽ. ഈ ദജ്ജാൽ ഈസാ നബിയെ കണ്ടു കഴിഞ്ഞാൽ യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. അപ്പൊ ഈ മനുഷ്യന്റെ കഴിവ് എത്രയാ? എന്തോ ഒരു സാധനം എന്റെ തടിയിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. ഈ സ്ത്രീ നിങ്ങൾ ഇനി എത്ര ട്രോളിയാലും അള്ളാഹുവാണ് സാക്ഷി. ഈ സ്ത്രീനോട് പറഞ്ഞത് മനസ്സിലായോ പറഞ്ഞത്? എന്തോ ഒരു സാധനം എന്റെ തടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു തിരിഞ്ഞു പോയിക്കളാം. അപ്പോൾ ഒരു മനുഷ്യന്റെ പോലത്തെ ഒരു ജന്തു, അതിന്റെ ബാക്ക് ഭാഗം ഞാൻ കണ്ടു, നഗ്നനാണ്. അപ്പോൾ പറഞ്ഞു ശൈത്താനായിരുന്നു കേട്ടോ, ഇനി വരൂല. പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. അവസാനം അള്ളാഹു ഒരു നബിനെ തന്നെ ഇറക്കും. വലിയ മതിയാകത്തൊരു ഘട്ടം വരും, അപ്പം നബിനെ തന്നെ ഇറക്കും. മനസ്സിലായില്ല? വലിയൊരു പരിധിയുണ്ട്, നബിക്ക് ആ പരിധിയുമില്ല. ആ നബി എവിടേക്കാണ് വരിക? ഏറ്റവും വലിയ തമ്മാടിയിലേക്കാണ് വരിക. ആ തമ്മാടിയെ നേരെയാക്കാൻ ഈ വലിയനും കഴിയില്ല. അപ്പൊ പിന്നെ ആരെന്നെ ഇറങ്ങണം? ഈ ആളെന്നെ ഇറങ്ങണം. ഈ ആളെ കഴിവോ? ഈ ആളെന്ന് പറഞ്ഞാൽ AD 33-ലോ 32-ലോ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ട ആളാണ്. ക്രൈസ്തവ ഇസ്ലാമിക വിശ്വാസപ്രകാരം, രണ്ട് മതത്തിലും അങ്ങനെ വിശ്വാസം. മരിച്ചുയർത്തി എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു, മരിക്കുന്നതിന് മുമ്പ് ഉയർത്തി എന്ന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. ആകാശത്തേക്ക് ഈ വ്യക്തി ഉയർത്തപ്പെട്ടു എന്ന കാര്യത്തിൽ സെമിറ്റിക് മതങ്ങൾക്ക് തർക്കമില്ല. പിന്നെ ജൂതായിസത്തിന് തർക്കമുണ്ടെന്ന്. കാരണം ജൂതായിസം ജീസസ് ക്രൈസ്റ്റിനെ ഒരു പ്രധാനപ്പെട്ട ആളായി അംഗീകരിക്കാത്തത് കൊണ്ടാണ്. ഉത്തരാസൂയാണ് കാരണം. മനസ്സിലായില്ലേ? ഇപ്പൊ ജീസസ് ക്രൈസ്റ്റിനെ ഒരു പ്രധാനപ്പെട്ട നബിയായി അംഗീകരിക്കുന്ന ആളാണ്, ആ സമൂഹമാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും. ഈ രണ്ട് മതത്തിലും ഒരേ അഭിപ്രായമാണ്, ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതാണ്. ബിഫോർ ഡെത്തോ ആഫ്റ്റർ ഡെത്തോ ഇതേ തർക്കമുള്ളൂ. ബിഫോർ ഡെത്താണ് ഇസ്ലാമിക് തിയോളജി, ആഫ്റ്റർ ഡെത്താണ് ക്രൈസ്തവ തിയോളജി. വ്യത്യാസമുള്ളൂ. ഈ ആള് നിങ്ങൾ എന്തിനാ ഉയർത്തിയത്? ഈ വ്യക്തിയെ എപ്പോഴാണ് ഉയർത്തിയത്? ശത്രുക്കൾ വളഞ്ഞു. ഉയർത്തി. ഇനി ഇയാൾ ഇറങ്ങി വരും. അപ്പൊ ശത്രുക്കളെ ഭയപ്പെടേണ്ട ഒരു സാഹചര്യമായതുകൊണ്ട് ഈ വ്യക്തിയെ ആകാശത്തേക്ക് ഉയർത്തി. ക്രിസ്ത്യാനികൾ പറഞ്ഞു കുരിശിൽ തറച്ച് പിന്നെ ഉയർത്തി. അതിപ്പോൾ കുരിശിൽ തറച്ചു. മുസ്ലിങ്ങൾ പറഞ്ഞു കുരിശിൽ തറക്കാൻ മുമ്പ് തന്നെ ഉയർത്തി. ശരി. അപ്പോൾ ശത്രുവിനാൽ വലയം ചെയ്യപ്പെട്ടത് കൊണ്ട് ഉയർത്തി എന്ന കാര്യത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തമ്മിൽ തർക്കം ഇല്ല. ക്രിസ്തീയ വിശ്വാസം പ്രകാരം കുരിശിൽ തറക്കപ്പെട്ടു. മുസ്ലിങ്ങൾ വിശ്വാസപ്രകാരം കുരിശിൽ തറക്കപ്പെട്ടിട്ടില്ല. പടച്ചവൻ അതിൻ്റെ മുമ്പ് ഉയർത്തി. എന്താണെങ്കിലും ശത്രുക്കൾക്ക് മുന്നിൽ പ്രശ്നമായതുകൊണ്ട് ഈ വ്യക്തി ഉയർത്തി. അല്ല, അങ്ങനെയല്ലേ? ശരി. ഇനി ഈ വ്യക്തി ഇറങ്ങി വരും. എന്നിറങ്ങി വരും എന്നാ? എപ്പോഴിറങ്ങി വരിക? ഇൻ ദി ലാസ്റ്റ് ഡ്രോപ്സ് ഓഫ് ദ ടൈം. സമയത്തിന് അവസാനത്തെ ആ ഉറ്റിലാണ് ഇറങ്ങി വരിക, അല്ലേ? എന്നിറങ്ങി വരും എന്ന് പറഞ്ഞാൽ ഇൻ ദി ലാസ്റ്റ് ഡ്രോപ്സ് ഓഫ് ദി ടൈം. സമയത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ആ ഉറ്റിച്ചാടുന്ന സമയത്താണ് ആരിറങ്ങി വരിക? ഈസ ഇറങ്ങി വരിക, അല്ലേ? അങ്ങനെ തന്നെയാണല്ലോ. ശരി. അന്ന് ഈസാൻ്റെ കഴിവോ? അന്ന് ഈസായുടെ കഴിവ് ഇദാ റആഹു അദുവുല്ലാഹി യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. അള്ളാഹുവിൻ്റെ ശത്രു ഈ മനുഷ്യനെ കണ്ടാൽ പോലും വെള്ളത്തിലിട്ട ഉപ്പുരുകും പോലെ ഉരുകും. ശത്രു ഉരുകും കണ്ടാൽ. അതായത് ഈസാ നബിയെ ഒന്ന് കണ്ടാൽ ശത്രു ഉരുക്കിപ്പോ. ഈസാ നബി അടിക്കണ്ട, ഈസാ നബി വാള് കൊടുക്കണ്ട. അപ്പൊ ഈസാ നബിനെ ഉയർത്തിയത്
ഏട്ടത്തിനെ കാണിച്ചു കൊടുത്താണ് അനുജത്തിനെ കെട്ടിച്ച കഥ പറഞ്ഞ മാതിരിയാണ്. കാരണം പഴയ കാലത്ത് അങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളുണ്ടായിരുന്നു. വന്നപ്പോൾ അനുജത്തിനെ കാണിച്ചത്, പിന്നെ ഏട്ടത്തിനെ കെട്ടിച്ച് എന്ന് അങ്ങനെയൊക്കെയുള്ള പണ്ട് കൃത്രിമങ്ങളൊക്കെ തറവാടുകളിലൊക്കെ എത്രയും പെൺകുട്ടികൾ കെട്ടിക്കിടക്കും. പുതിയാപ്പിള വരുമ്പോൾ അനുജത്തിനെ കാണിച്ചു കൊടുക്കും, നിക്കാഹ് ഏട്ടത്തിനെ ചെയ്തു കൊടുക്കും. ഇപ്പം അതില്ലാത്ത എന്തുകൊണ്ടാണ്? ഇപ്പം അഡ്വാൻസ് ഏൽപ്പിക്കുകയാണ്. 10 വയസ്സാകുമ്പോൾ തന്നെ ഏൽപ്പിക്കുകയാണ്, കുട്ടി നമുക്ക് തരണേ. കാരണം നാട്ടിൽ പെണ്ണില്ല. മനസ്സിലാക്കണം, വളരെ ചിന്തിക്കണം ഈ പറയുന്നത്. ഈ മനുഷ്യൻ ഇറങ്ങി വരും. ഈ മനുഷ്യനെ ശത്രു കണ്ടാൽ ശത്രു ഉരുകും. അതിനൊരു ഉപമയും ഹബീബായ നബി പറഞ്ഞു. വെള്ളത്തിലിട്ട ഉപ്പിനെ പോലെയാകും ഈ മനുഷ്യനെ കണ്ട ശത്രു. അടിക്കണ്ട, ഒന്നും ചെയ്യണ്ട, ഉരുക്കും. ഇത് ഈസാ നബി തന്നെയല്ലേ? ഈസാ നബിൻ്റെ അഞ്ചനാണ്. ധാരാ പറഞ്ഞോളൂ, ധാരാ ഈസാ നബി. എന്തുവിനെ അങ്ങനെ ആയത്? ഒരു കാലഘട്ടത്തിൻ്റെ തേട്ടമാണ് ഒരു കഴിവിൻ്റെ ആധാരം. ഈ വ്യക്തിയിൽ ഈ കഴിവ് അന്നേ ഉണ്ട്, അത് പുറത്തെടുത്തില്ല, അതിൻ്റെ ആവശ്യമില്ല. ഇനി വരുമ്പോൾ അത്രയും ദുഷിച്ച ജനതയാണ്. നേരിടാനുള്ള ശത്രുവോ ഈ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ശത്രുവാണ്. ഇങ്ങനൊരു ശത്രുവിനെ ഒരാൾക്ക് എതിരിടേണ്ടി വന്നിട്ടില്ല. ആദം നബി മുതൽ എല്ലാ നബിമാരും ദുആ ചെയ്യാറുണ്ട്, ഒമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. അത് ആദം നബിയുടെ ദുആ, നോഹ് നബിയുടെ ദുആ, ഇദ്രീസ് നബിയുടെ ദുആ, ഇബ്രാഹിം നബിയുടെ ദുആ. ഏത്? ഒമിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഒരു പുലി ഇറങ്ങിയിട്ട് പഠിച്ചോനെ പുലി നമ്മളെ വളപ്പൊക്കെ വരാതിരിക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു ന്യായമുണ്ട്. പുലി കൊല്ലം തന്നെ ഇറങ്ങണില്ല, എന്നിട്ടും പുലി വരാതിരിക്കട്ടെ എങ്കിൽ അത് ചെറിയ പുലിയാവില്ലല്ലോ. അങ്ങനെ തന്നെയല്ലേ? ഒരു പുലി ഇറങ്ങിയതിന് ശേഷമാണ് എന്ത് എല്ലാവർക്കും പാഴൂര്, പിന്നെ 300 എല്ലാ നാട്ടിലും വിവരം കിട്ടി. എന്ത്? പുലി ഇറങ്ങി. അപ്പൊ പിന്നെ എല്ലാവരും രാത്രി മൗലൂദ് യാസീൻ ദ്വാർക്കും, അല്ലാ പുലി ഇറങ്ങിയെന്ന് കേൾക്കുന്നുണ്ട്, നമ്മളെ വളപ്പിൽ വരാതിരിക്കട്ടെ, അല്ലാ പുലി ഇറങ്ങാൻ നമ്മളവിടെ വരാതിരിക്കട്ടെ. സ്വാഭാവികമാണ്, കാരണം പുലി ഇറങ്ങി. ആഖിർ സമാനിലേ ഇറങ്ങുള്ളൂ എന്ന് അള്ളാഹ് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദം നബി ദുആ തുടങ്ങി. എന്ത്? മിൻ ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ഇറങ്ങാത്ത പുലിക്ക് വേണ്ടിയ ദുആ, ഇറങ്ങിയ പുലിക്കല്ല. ഇറങ്ങിയിട്ടില്ല, അടുത്തൊന്നും ഈ പുലിയോട്ട് ഇറങ്ങണമില്ല, എന്നിട്ടും ദുആ തന്നിട്ടുണ്ട് ആദം നബി അലൈഹി സ്വലാം. وما من نبي إلا هو أنذر قومه عن الأعوذ الكذاب. ما من نبي إلا هو أنذر قومه. തന്റെ ജനതയോട് ഭയപ്പെടുത്തി പറയാത്തൊരു നബിയും ഇല്ല. അനിൽ അഅ്വദിൽ കദ്ദാബ്, ഈ കള്ളനായ കോങ്കണ്ണനെ കുറിച്ച്. ആര്? ദജ്ജാലിനെ കുറിച്ച് തന്റെ ജനതയോട് ഭയപ്പെടുത്തി പറയാത്തൊരു നബിയും ഇല്ല. അപ്പൊ ആദം നബി മക്കളോട് പറഞ്ഞിട്ടുണ്ട്, ദജ്ജാൽ എന്നാളുടെ ഭയങ്കരാണ്. അപ്പൊ ലോക ചരിത്രത്തിലെ 1.25 ലക്ഷം അമ്പിയാക്കന്മാര് ഭയപ്പെടുത്തി പറഞ്ഞ, 313 മുർസലീങ്ങൾ ഭയപ്പെടുത്തി പറഞ്ഞ, അവരെ ജനതയെ തെര്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയ അത്രയും വലിയ ദി ബിഗ്ഗസ്റ്റ് ഓൺ ദി ലാർജസ്റ്റ്, അത്രയും വലിയ ആളാണ് ആര്? ദജ്ജാൽ. ഈ ദജ്ജാൽ ഈസാ നബിയെ കണ്ടു കഴിഞ്ഞാൽ യദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ. അപ്പൊ ഈ മനുഷ്യന്റെ കഴിവ് എത്രയാ? എന്തുകൊണ്ട്? അത് ആ കാലഘട്ടത്തിൽ അനിവാര്യതയാണ്. അപ്പോൾ കുരിശി തറക്കാൻ വേണ്ടി പിടിച്ച കാലത്തോ ഈ കഴിവ് പുറത്തെടുക്കേണ്ട ആവശ്യമില്ല. പൊരിയിൽ കൊതുക് വരുമ്പോഴത്തേന് നമ്മൾ ബീരങ്കി എടുക്കും. ബീരങ്കി ആ പൊരിയിലുണ്ട്, ബീരങ്കിയും ആ പൊരിയിലുണ്ട്, ഇലക്ട്രിക് ബാറ്റും ആ പൊരിയിലുണ്ട്. അപ്പോഴാണ് കൊതുക് വന്ന് കയറിയത്. അപ്പൊ ബീരങ്കി നിറച്ചോട് ഇവിടെ ഒട്ടിക്ക് പറയാം. എന്തുകൊണ്ട്? ആ പൊരയിൽ രണ്ടുണ്ട്. എന്തുണ്ട്? ആ ഒരു പൊരയില് പീരങ്കിയും ഉണ്ട്, ഇലക്ട്രിക് ബാറ്റും ഉണ്ട്. കൊതുക് വരുന്ന സമയത്ത് പീരങ്കി എടുക്കേണ്ട ആവശ്യമില്ല, നെപ്പോളിയൻ വരുമ്പോഴേ പീരങ്കി എടുക്കേണ്ട ആവശ്യമുള്ളൂ.
അപ്പൊ ഇലക്ട്രിക് ബാറ്റ് എടുത്താൽ മതി. ഇത് രണ്ടും ഇവിടെ ഉണ്ട്, അപ്പൊ ഇത് രണ്ടും ഉണ്ട്. കൊതുക് വരുമ്പോ ഇലക്ട്രിക് ബാറ്റ് എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഈസാ നബിന്റെ അടിയിൽ അതെല്ലാം ഉണ്ട്. അന്ന് ഈ ഇലക്ട്രിക് ബാറ്റിന്റെ ആവശ്യമുള്ളൂ. ഒന്ന്, എന്നാ നിങ്ങളെ കഴിഞ്ഞോളി, ഞാൻ മേലേക്ക് കയറി പോകാം. ഒരു തല്ലിന് വരെ നിന്നതുമില്ല. എന്നിട്ട് ഇറങ്ങി വന്നു. അപ്പോഴോ കണ്ടപ്പോൾ ശത്രു ഇരിക്കും. ഏത് ശത്രു? ദജ്ജാല്. ഇവനോ ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരൻ. ഇവനെക്കാളും ഒരു ഭീകരന് അല്ലാഹു പഠിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അത് കാലഘട്ടത്തിന്റെ തേട്ടാണ്. അതുകൊണ്ടാണ് ആദം നബിയുടെ കഴിവ് പോരാ നൂഹ് നബിക്ക്, നൂഹ് നബിയുടെ കഴിവ് പോരാ ഇബ്രാഹിം നബിക്ക്, ഇബ്രാഹിം നബിയുടെ കഴിവ് പോരാ മുഹമ്മദ് മുസ്തഫക്ക്. അമ്പിയാക്കളിൽ ഏറ്റവും കഴിവെന്ന് അവസാനത്താക്കാണ്. ഔലിയാക്കളും അങ്ങനെ തന്നെയാണ് ഏറ്റവും കഴിവ്. എന്തുകൊണ്ട്? അവർ ജനങ്ങളെ ശുദ്ധീകരിക്കുന്ന അരിപ്പകളാണ്. അതുകൊണ്ട് പാട്ടുപാടി നടന്നാൽ പോരാ, അന്തത്തിൽ ആലോചിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. എന്ത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ സമാനിൽ തൗഫീഖ് കൊടുക്കുന്ന ആളെ നമ്മളാളാണ്. അവരെ നമ്മൾ അംഗീകരിക്കുകയും വേണം. കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഇല്ല. ഇബ്രാഹിം നബി വലിയ ആളല്ലേ? ആണ്. ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ വിശ്വസിച്ചൊരു മനുഷ്യൻ മുഹമ്മദ് മുസ്തഫയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടേക്ക് കയറണം. ഇല്ലെങ്കിലോ അള്ളാഹു ശത്രുവായി മാറും. ഇവിടെ ഈ പ്രശ്നമൊന്നുമില്ല. ഇന്നൊരാൾക്ക് ഖാദിരി ആയിക്കൂടെ ആക്കാം, രിഫായി ആയിക്കൂടെ ആകാം, ഒക്കെ ആവാം. പക്ഷെ ഇത്രയും പ്രശ്നമില്ലാത്തൊരു കാര്യത്താണ് വരുന്നത്. ഈ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയേക്കാളും വലിയ മഹാനാണ് ഇമാം ഗസാലി. അതിനേക്കാളും വലിയ ആളാണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ലോകത്ത് മുസ്ലിം ഉമ്മത്തിൻ്റെ ലോകത്ത് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു നേരിട്ടോ അല്ലാതെയോ ഗസാലി ഇമാമിൻ്റെ ശിഷ്യനാണ് ആര്? അബ്ദുൽ ഖാദിർ ജീലാനി. ഉസ്താദിനേക്കാൾ ശിഷ്യൻ നന്നായി കൂടാന്നല്ല, നന്നാവൂലെന്നല്ല, അങ്ങനെയൊന്നുമല്ല. പക്ഷെ അതേ സമയത്ത് രണ്ട് മാർഗമാണ്. ഒന്ന്, അവരെക്കാളൊക്കെ ലോകത്തിന് ഉപകരിച്ച ആള് ഇമാം ഗസാലിയാണ് റളിയല്ലാഹു അൻഹു. ഇതൊക്കെ ഒരേ സമാനമാണ്. രണ്ടാളും 11-ാം നൂറ്റാണ്ടിലാണ് ജനിക്കുന്നത്. AD 11-ാം നൂറ്റാണ്ടിലാണ് ഇമാം ഗസാലിയും ജനിച്ചത്, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയും ജനിച്ചത്. ഒരേ കാലത്ത്. ചെറിയ വ്യത്യാസം, 20 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് രണ്ടാളും തമ്മിൽ. ഒക്കെ വലിയ ആളുകൾ തന്നെ, ഇങ്ങനത്തെ വലിയ ആളുകളല്ല എന്നല്ല. അതേസമയത്ത് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിക്ക് പകരക്കാരനുണ്ടായി. ഗസാലി ഇമാമിന് ഇന്നും പകരക്കാരനില്ല. ഫിലോസഫിക്കൽ തോട്ട്സിന് മറുപടി പറയാറുണ്ട്. അതാണ് ഗസാലിയുടെ ദൗത്യം. അതിൽ ഒരാളും ഇല്ല. ഒരു തിജാനിയും ഇല്ല, ഒരാരും ഇല്ല. ഗസാലി ഇമാം ചെയ്ത ഫിലോസഫിക്കൽ തോട്ട്സിനുള്ള മറുപടി ചെയ്ത ഒരാൾ ഇല്ല. അത് വലിയ സംഭവമാണ്. മുസ്ലിം ഉമ്മത്തിന് 1000 കൊല്ലത്തിൻ്റെ ഉള്ളിൽ, 1400 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ആഗോളതലത്തിൽ മുസ്ലിം ഉമ്മത്തിനുള്ള ഏറ്റവും വലിയ അഭിമാനം ബഹുമാനപ്പെട്ട ഇമാം ഗസാലിയാണ്. ആരെക്കാളും എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ഉള്ളിൽ വളരെ ഉപകാരം ചെയ്ത ആളാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. അതേ സമയത്ത് മുസ്ലിം ഉമ്മത്തിന് ആഗോളതലത്തിൽ ഏറ്റവും ഉപകാരം ചെയ്ത ആൾ ഇമാം ഗസാലിയാണ്. അതിനകത്ത് ഷാഫി ഇമാം മോശമെന്ന് അറിയില്ല, അങ്ങനെ പറയില്ലല്ലോ. ഞാൻ ഷാഫി മദ്ഹബിനല്ലേ. മുസ്ലിങ്ങൾക്കിടയിൽ വലിയ ഉപകാരം ചെയ്ത ആളാണ് ആര്? ഇമാം ഷാഫി, അബു ഹനീഫ. അതേസമയത്ത് മുസ്ലിങ്ങളല്ലാത്തവർക്കിടയിൽ അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിന് മറുപടിയില്ല. അവരെ ഉത്തരവാദിത്വം അതല്ല, അവരുടെ ദൗത്യം അതല്ല. അവരുടെ ദൗത്യം ഉമ്മത്തിനെ ശുദ്ധീകരിക്കലാണ്. അതേ ഗസാലി ദൗത്യത്തല്ല റളിയല്ലാഹു അൻഹു. ഗസാലി ദൗത്യം മുസ്ലിം ഉമ്മത്തിന് ആഗോളതലത്തിൽ ഒരു അഭിമാനം ഉണ്ടാക്കലാണ്. ആ അഭിമാനത്തെ മറികടക്കുന്ന ഒരു മനുഷ്യൻ ഇന്ന് വരെ ഭൂമിക്ക് മുകളിലുണ്ടായിട്ടില്ല, ഒരു മതത്തിനും ഇല്ല. നിങ്ങൾക്ക് എന്താ കേൾക്കണ്ട്? ദൈവവിശ്വാസ ശാസ്ത്രം എന്നത് ക്രിസ്തു മതത്തിലില്ല.
ഗസാലി വരുന്ന കാലത്ത്. പിന്നെ ഗസാലിയുടെ ചിന്തകളും ഗ്രന്ഥങ്ങളിൽ ഉപകരിച്ച് അത് നോക്കിയിട്ടാണ് തോമസ് അക്വൈനസ് തിയോളജി ഉണ്ടാക്കിയത്. ആർക്ക്? ക്രിസ്തുമതത്തിന്. ക്രിസ്തുമതത്തിൻ്റെ ഇമാം ഗസാലി തോമസ് അക്വൈനസ് ആണ്. അക്വൈനസിൻ്റെ അടിസ്ഥാനം എന്താണ്? ഇമാം ഗസാലിയുടെ ഗ്രന്ഥങ്ങൾ മാത്രം. അത് അക്വൈനസ് സമ്മതിക്കുന്നുണ്ട്. മനസ്സിലാണ്ട് പറഞ്ഞത്. ആഗോളതലത്തിൽ മുസ്ലിം ഉമ്മത്തിന് ഈ മനുഷ്യരാശി തന്നെ പറയാം, മനുഷ്യരാശിയിൽ ഇമാം ഗസാലി ചെയ്ത സേവനം ഒരാൾ ചെയ്തിട്ടില്ല. അത് ഇമാം ഗസാലി അമ്പ്യാക്കളില്ല എന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതായത് ഈ പറഞ്ഞ 15 നൂറ്റാണ്ടുകൾക്കിടയിൽ മാനവരാശി കണ്ട ഏറ്റവും വലിയ ഉപകാരിയാണ് ആര്? ഇമാം ഗസാലി. ഇനി മുമ്പാണെങ്കിലും ഇതല്ല, ഇനി മുമ്പ് എന്ന് പറയാം. പൊളിച്ചടുക്കിയൊക്കെ എല്ലാം പൊളിച്ചടുക്കി. 55-ാമത്തെ വയസ്സ് മരിച്ചു. പൊളിച്ചടുക്കി. ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ അങ്ങനെയാണ് ഗസാലിയുടെ സേവനങ്ങൾ, ഗസാലിയുടെ ചിന്തകൾ ഒരു പുസ്തകമാക്കി എഴുതാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമുള്ളൊരു കാര്യമാണ് ദി തോട്ട്സ് ഓഫ് ഇമാം ഗസാലി. ഇമാം ഗസാലിയുമായി ലോകത്തിൻ്റെ ഒരു ബന്ധം ഭയങ്കര. അല്ലാഹുവേ, കാലിൻ്റെ മണ്ണ് സുജൂദ് ചുംബിച്ചാൽ പോലും അതിൻ്റെ മേലുള്ള ആളാണ് അങ്ങനത്തെ ഒരു അഭിമാനം മനുഷ്യ. അതായത് പഴയ കാലത്ത് യൂറോപ്യൻ ഗ്രീക്കിയൻ സിവിലൈസേഷനിൽ വന്ന എന്താ പറയുക, ഫിലോസഫർമാരെ മുഴുവനും ഇമാം ഗസാലി പൊളിച്ചെടുക്കി. അതാറ്റും സോക്രട്ടീസും അരിസ്റ്റോട്ടിലും പൊളിഞ്ഞു വീണു. സോക്രട്ടീസും അരിസ്റ്റോട്ടിലൊക്കെ പൊളിഞ്ഞു വീണു. ആര് വന്നപ്പോൾ? ഇമാം ഗസാലിയെ മറികടക്കാൻ ഇന്നോ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടുമില്ല, കഴിയില്ല. അപ്പം നിങ്ങൾ ആ വ്യക്തിയുടെ മാത്രം ആലോചിക്കും. 2ാം സഹസ്രാബ്ദത്തിലേക്ക് ലോകം വരുമ്പോഴാണ് ഈ വ്യക്തി വരുന്നത്. ഇനി അങ്ങനത്തെ വ്യക്തിയുടെ ആവശ്യമില്ല. 3ാം സഹസ്രാബ്ദം ഉണ്ടാവില്ല. 2ാം സഹസ്രാബ്ദം ഇപ്പം തീർന്നു, 3ാം സഹസ്രാബ്ദത്തിലേക്ക് പ്രവേശിച്ചു. പക്ഷെ വല്ലാതെയായിട്ട് ലോകം അവസാനിക്കും. അപ്പോൾ ഇമാം ഗസാലിയൻ യുഗത്തിൽ തന്നെ അവസാനിക്കും. ഇത് ഗസാലിയൻ യുഗമാണ്. ആധുനിക ശാസ്ത്രത്തിന് അതിൻ്റെ എത്ര ആളുകൾ മാറി. ഗസാലി മാറിയില്ല. ന്യൂട്ടോണിയൻ യുഗം വന്നു, പിന്നീട് ഐൻസ്റ്റീനിയൻ യുഗം വന്നു, ഒക്കെ വന്നു. അതേസമയത്ത് ഗസാലിയൻ യുഗം മാറിയില്ല. ഗസാലിക്ക് പകരം ഒരാളെ ഇന്നിട്ടുണ്ടായതുമില്ല. അപ്പോൾ 2ാം സഹസ്രാബ്ദത്തിലേക്ക് അള്ളാഹു കൊടുത്ത ഒരു മാണിക്കക്കല്ലാണ് ഇമാം ഗസാലി. 3ാം സഹസ്രാബ്ദത്തിലേക്കോ തന്നെ മതിയാവും. ലോകം അവസാനിക്കുന്നതിന് വരെയും ഇനി ഒരു നബി വേണ്ട, ആ നബി തന്നെ മതി. ആര്? മുഹമ്മദ് മുസ്തഫ. ഇനി ഒരു 10 സഹസ്രാബ്ദം ലോകത്തുണ്ടായാൽ പോലും മുഹമ്മദ് നബി മതിയാവും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അത്രയും വലിയ കരുത്താണ്. ആ മനുഷ്യനെ വിശദീകരിച്ച് ലോകത്തിന് തീരൂല. അപ്പോഴത്തേന് ഖിയാമത്ത് നാളുണ്ടാവും. ലോകത്തിന് മുഹമ്മദ് മുസ്തഫ തങ്ങളെ വിശദീകരിച്ച ലോകത്തിന്റെ ഭാഷാശാസ്ത്രം അവസാനിക്കൂല. ആ നബിയെ നമുക്ക് വ്യവച്ഛേദിച്ച് തീർക്കാനോട്ട് കഴിയൂല. അവിടുത്തെ സന്ദേശങ്ങളെ അതിനും ലോകം അവസാനം ഉണ്ടാവും. അപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്താണ്? പൊതുസമൂഹം എപ്പോഴും നശിച്ചുകൊണ്ടേ പോകും, എന്നാൽ ഖവാസ് കട്ടിക്കൂടി പോകും. ഇനിയിപ്പോൾ ഇമാം ഗസാലിക്ക് പകരം വേറൊരാളെ ലോകത്തിന് അള്ളാഹ് തന്നാൽ ആ ആൾ ആരെക്കാൾ ഉഷാറായിരിക്കും? ഗസാലിയേക്കാൾ ഉഷാറായിരിക്കും. കാരണം പുതിയ കാലാണ്. മനസ്സിലുണ്ട് പറഞ്ഞത്. അപ്പോൾ പുതിയ തഹദ്ദിയാത്ത്, വെല്ലുവിളികൾ ഉണ്ടാവും. അങ്ങനത്തെ ഒരാളെ ഇനി തരൂല്ല. അതും വേണമെങ്കിൽ പറയാം. ഗസാലിക്ക് പകരം ഒരാളെ ഇനി അള്ളാഹു തരൂല. എന്തുകൊണ്ട്? അതിന് ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഗസാലിയൻ ചിന്തകളെ എടുത്തിട്ട് മറുപടി പറഞ്ഞാൽ തന്നെ ലോകത്തെ പ്രശ്നങ്ങൾ തീരും. പക്ഷെ അതിന് ഇന്നത്തെ പണ്ഡിതന്മാർക്ക് കഴിയണില്ല. ഇന്നുള്ള ഏത്തിസം, ലിബറലിസം ഒക്കെ തടഞ്ഞു നിർത്താൻ എന്തുമാത്രം മതി? ദി തോട്ട്സ് ഓഫ് ഇമാം ഗസാലി, ഇമാം ഗസാലിയുടെ ചിന്തകളെ തേച്ച് മിനിക്കാൻ മതി. അതിന് നിലവിൽ പണ്ഡിതന്മാർക്ക് കഴിയില്ല. പുതിയൊരു ചിന്തൻ്റെ ആവശ്യമില്ല. ശാസ്ത്രത്തിൻ്റെ മേലെയാണ് ഇപ്പോൾ ഇമാം ഗസാലി. ലോകത്തെ ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഓക്സ്ഫോർഡിനെയും കേംബ്രിഡ്ജിനെയും പോലെയുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ വർഷത്തിലൊരിക്കലെങ്കിലും ഇമാം ഗസാലിയുടെ ഏതെങ്കിലും ചിന്തയിൽ പുസ്തകം ഇറങ്ങാറുണ്ട്. ലോകത്തെ ഉന്നത ഇന്നും ഇക്കഴിഞ്ഞൊല്ലുണ്ടായിട്ടുണ്ട്.
ഭയങ്കര ഇത്രയും വരിക. അപ്പം ഇനി അങ്ങനത്തെ ഒരാൾ ആവശ്യമില്ല. കാരണം ഇതിനൊന്നും ഈ ലോകം നിൽക്കില്ല. ഇന്ന് ഈ ചിന്തകളെയൊക്കെ മറികടക്കുന്നതിന് അപ്പുറത്താണ് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. പക്ഷെ ആ ചിന്തകളെ കാലോചിതമായി കൊണ്ടുവന്ന് അതിനെ അഡാപ്റ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഇന്നത്തെ പണ്ഡിതന്മാർക്കുള്ളൂ. അതിന് കഴിയണില്ല. മനസ്സിലാവേണ്ട പറഞ്ഞത്. ഈ മനുഷ്യനാകട്ടെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഈ മനുഷ്യൻ 1058 ജനിച്ചു, 1095 കാണാതെ. അപ്പൊ ഈ മനുഷ്യൻ വൈജ്ഞാനിക ലോകത്തുണ്ടായത് എത്ര കൊല്ല? 1058 ഇമാം ഗസാലി ജനിച്ചു. 1095 ഈ വ്യക്തി കാണാതെ. അപ്പോൾ വൈജ്ഞാനിക ലോകത്ത് ഈ മനുഷ്യന് കുട്ടിപ്രായമുണ്ട്, ഒരു 10 കൊല്ലം. അപ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് വിജ്ഞാന സേവനം തുടങ്ങിയ തന്നെയും 37 10 ഓർക്കണ്ടേ, ഒരു 27 കൊല്ലം. പിന്നെ കാണാതായിട്ട് തിരിച്ചു വരുന്നത് 1106 തിരിച്ചു വരുന്നത്. 1111 മരിച്ചു. കുറഞ്ഞ കൊല്ലം. അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ തൗഫീഖുള്ളവർക്ക് ഇതിനെ കൂടുതൽ കൊല്ലം. ലോകം മുഴുവൻ മാറ്റി. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 950 കൊല്ലം ദഅവ പ്രവർത്തനം നടത്തിയിട്ട് സ്വന്തം സമൂഹത്തിൽ പോലും പരിധി 9 ആളെ കിട്ടിയതാണെന്നും അഭിപ്രായം, 80 ആളുകളെ കിട്ടിയതാണെന്നും അഭിപ്രായം. അത് ലൈഫായ അഭിപ്രായമാണെന്നും ഉണ്ട്. 80 ആളെയാണ് ആകെ കിട്ടിയത്, അങ്ങനെ അഭിപ്രായം. കപ്പലിലാകെ ഉണ്ടായിരുന്ന 80 ആളാണ്. അതിൽ കുറേ പെണ്ണുങ്ങൾ കുട്ടികളും പേരക്കുട്ടികളും തന്നെയാണ് ആകെ. അവർ പിന്നീട് കപ്പലിറങ്ങിയ സ്ഥലത്ത് പിന്നീട് ഒരു അങ്ങാടി രൂപപ്പെട്ടു. അതിന് സൂഖുസ്സമാനീൻ, 80 ആളുകളുടെ ടൗൺ എന്ന ചരിത്രത്തിൽ പേര് കിട്ടിയെന്നൊക്കെയാണ് ചരിത്രം. എത്ര കൊല്ലം? 950 കൊല്ലം. ഇവിടെ മുഹമ്മദ് മുസ്തഫ കുറഞ്ഞ കാലം 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടിയെങ്കിലും 43-ാമത്തെ വയസ്സിലാണ് പരസ്യ പ്രബോധനം ശക്തമാക്കുന്നത്. 61-ാമത്തെ വയസ്സിൽ പിന്നെ പുറത്തുപോക്ക് നിർത്തി. അപ്പൊ 20 കൊല്ലം ഇല്ല. അതിൽ 53 വരെ വീട്ടു തടങ്കൽ, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റൂല. 61 ആയപ്പോഴത്തിന് മക്ക ഫത്തഹ് കഴിഞ്ഞു, എല്ലായിടത്തും വെച്ചു കഴിഞ്ഞു. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ്. നിങ്ങൾ തസ്ബീഹ് ഇരുന്നോളി, നിങ്ങൾക്ക് പണിയില്ല. 61-ാം വയസ്സിൽ തസ്ബീഹ് തുടങ്ങി. കുറഞ്ഞ കാലം 8 കൊല്ലം. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. 8 കൊല്ലം കൊണ്ടല്ലേ ശരി. കുറെ കാലം ഇതൊന്നും അള്ളാഹു തൗഫീഖ് ചെയ്തവർക്ക് ഒരു കാലത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതിവിടെ പറയേണ്ട കാരണം എന്താണ്? കുറേ കാലങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെക്കാൾ കാലഘട്ടത്തെ ആളുകൾക്ക് യോഗ്യങ്ങളുണ്ടാവും. ഇപ്പോൾ പുതിയൊരു മദ്ഹബ് ഇനി വന്നാൽ അത് ഷാഫി ഇമാമിൻ്റെ മദ്ഹബിനേക്കാൾ കരുത്തുള്ള മദ്ഹബായിരിക്കും. അതിൻ്റെ ആവശ്യമില്ല എന്നത് വേറെ കാര്യം. വേറൊരു മദ്ഹബ് വന്നാൽ എന്തുകൊണ്ട്? പുതിയ വെല്ലുവിളികളുണ്ട്. ആ വെല്ലുവിളികളെ പരസ്യമായി നേരിട്ടുകൊണ്ടാണ്. പിന്നെ ഗവേഷണത്തിൻ്റെ ആവശ്യം പോലും വരില്ല. നേരിട്ടതിന് വെല്ലുവിളി നേരിട്ടുകൊണ്ടാണ് പുതിയ മദ്ഹബ് വരിക. അത്രയും കരുത്തായിരിക്കും. അവസാനം ആകാശത്ത് നിറങ്ങി വന്ന നബിയുടെ കരുത്ത് ഞാൻ പറഞ്ഞില്ലേ. എന്നതുപോലെ ഔലിയാക്കളും അങ്ങനെയാണ്. ഔലിയാക്കളുടെ ലോകത്ത് ഖത്മ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ പദവിയാണ്. ഖത്മ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ പദവിയാണ്. എന്താണ് ആ പദവി? ലോകത്തുള്ള എല്ലാ എല്ലാ ഔലിയാക്കളുടെയും മേലെയുള്ളൊരു പദവിയാണ് ഖത്മിൻ്റെ പദവി. ലിൽഅഖ്താബി ഖത്മുൻ, ഖുത്ബുകൾക്ക് വരെ ഖത്മായ ആൾ നമ്മുടെ അടുക്കലുണ്ട്. അത് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അഹ്മദ് ബിൻ മുഹമ്മദ് തിജാനി റളിയല്ലാഹു അൻഹു. വലിയ കരുത്താണത്. എന്ന് ഫിനാ റിജാലുൻ സാബിഖൂനാ വഇൻദനാ ലിൽഅഖ്താബി ഖത്മുൻ അബു കൻസൻ മുതൽസമാ. ലിൽഅഖ്താബി വഇൻദനാ, നമ്മുടെ അടുക്കലുണ്ട്. ലിൽഅഖ്താബി, ഖുത്ബുകൾക്ക് ഖത്മായ ആളുണ്ട്. അപ്പം നമ്മൾ അവരൊക്കെ പരിശോധിക്കണമെങ്കിൽ ആ ജാതി ലബോറട്ടറി നമ്മളെ കയ്യിലും വേണം. അല്ലാതെ നമ്മളെങ്ങനെ പരിശോധിക്കും? നമ്മൾക്ക് പരിശോധിക്കണമെങ്കിൽ അങ്ങനത്തെ ലബോറട്ടറി വേണം. അല്ലാതെ പരിശോധിച്ചാൽ ഡാർവിൻ പരിശോധിച്ചതുപോലെയാവും.
ഡാർവിൻ കുറേ സ്പീഷീസുകളെ പരിശോധിച്ചു, വിദ്യ എഴുതി. എന്തായിരുന്നു ഡാർവിൻ്റെ കാലത്തുണ്ടായിരുന്നത്? ഡാർവിൻ്റെ കാലത്ത് റൂളി പെൻസിൽ, കടലാസ്, എന്നിട്ട് ഓരോ ചെടികളിലും കണ്ടത് ഡാർവിൻ എഴുതി വെച്ചു. കുരങ്ങിനെ കണ്ടു, മറ്റു കണ്ടു, ചെമ്പോത്തിനെ കണ്ടു, എല്ലാം ഡാർവിൻ എഴുതി വെച്ചു. അവസാനം ഡാർവിൻ കണക്കൂട്ടി എന്ത് കുരങ്ങിന് മനുഷ്യണ്ടായി. അത് തിരക്കടില്ല, നല്ല വർത്താനാണ്. പക്ഷെ എന്തായിരുന്നു ലബോറട്ടറി എന്ന സാധനം അക്കാലത്തില്ല, ഒന്നുമില്ല. നമ്മൾ തിരക്കടില്ല, അവരെ പരിശോധിക്കാൻ തിരക്കടില്ല. അങ്ങനത്തെ ലബോറട്ടറി വേണം. ഇലക്ട്രോ മൈക്രോസ്കോപ്പാണ് ഇന്ന് കണ്ടെത്തുന്നത്. ഒരു വസ്തുവിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ ഒരു അടിസ്ഥാന ഘടകത്തെ AD 19-ാം നൂറ്റാണ്ടിൻ്റെ ഉത്തരാർദ്ധത്തിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞതിനേക്കാൾ കോടിക്കണക്കിന് ഇരട്ടിയുടെ സൗകര്യത്തിലാണ് ഇന്ന് കണ്ടെത്തുന്നത്. എന്തുകൊണ്ട്? മൈക്രോസ്കോപ്പിൻ്റെ കരുത്ത് കൂടി. അതുകൊണ്ട് പുതിയ ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ഡാർവിൻ പറഞ്ഞു ശരിയല്ല, അത് തെറ്റാണ്. എത്തിസ്റ്റുകളും നിരീശ്വരവാദികളും നിർവാഹമില്ല, അവർക്ക് ഇതല്ലാതെ ഒരു ബേസ്മെൻറ്റും ഇല്ല. ഡാർവിൻ പൊളിഞ്ഞ നിരീശ്വരവാദം പൊളിയും. ഡാർവിൻ പൊളിഞ്ഞ നിരീശ്വരവാദം പൊളിയും. ഇൻഷാ അല്ലാഹ് ഡാർവിനെ കുറിച്ച് നമ്മുടെ പുസ്തകം വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് 1 മാസം 2 മാസത്തിനുള്ളിൽ പുറത്തു വരും. ഇൻഷാ അല്ലാഹ് ഏത്തിസത്തിൻ്റെ അടിസ്ഥാനത്തിനെതിരെയുള്ള നമ്മുടെ പുസ്തകം ഇൻഷാ അല്ലാഹ് വിത്തിൻ 2 months ഇൻഷാ അല്ലാഹ് പുറത്തു വരും, അല്ലാഹു സഹായിച്ചാൽ ഇൻഷാ അല്ലാഹ്. അപ്പോൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? നമുക്ക് പരിശോധിക്കാം, പക്ഷെ അങ്ങനത്തെ ലാഭം നമ്മളെ കയ്യിൽ വേണം. അത്ര വലിയ കഴിവുള്ള ആളുകളെ പരിശോധിക്കാൻ നമ്മൾ ലാബ് വേണം. നമ്മളെ കയ്യിൽ ലാബ് എന്താ ഉള്ളത്? ഇപ്പോൾ അങ്ങനത്തെ ആളുകളായിരിക്കണം പരിശോധിക്കേണ്ടത്. പരിശോധിച്ചൂടെ? പരിശോധിക്കാം. അതിന് അങ്ങനത്തെ ആളുകളെ കിട്ടണം. മനസ്സിലാണ്ട് പറഞ്ഞത് അങ്ങനെയാണ്. ഇല്ലെങ്കിൽ അത് നമ്മൾ വിചാരിച്ച പോലെയല്ല ഉണ്ടാകുക. ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ഉറങ്ങാൻ കിടന്നാൽ ഒരു ഔലിയപ്പാപ്പ വരും. പണ്ട് മരിച്ചു വരും വലിയ ഔലിയപ്പാപ്പ, ഒരു വലിയ. അപ്പോൾ ഈ പെണ്ണിനെ തോന്നിപ്പിക്കും ഇന്നാലിനെ വലിയാണ്. ഇവിടെ നടന്നൊരു സംഭവം ഇവിടെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മളെ ക്ലാസ്സിലൊക്കെ വന്നിരുന്ന ഒരു സ്ത്രീയിൽ നടന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞത്. പണ്ട് നടന്നതാണ്. പിന്നീട് ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. വന്നിട്ട് ഈ സ്ത്രീ ഉറങ്ങാൻ കിടന്നാൽ വരും, ഞാനിന്നൊരു ഔലിയപ്പാപ്പ വരിക. എന്നിട്ട് പുതപ്പിൻ്റെ ഉള്ളിൽ കയറി ശരീരത്തിലൂടെ ഒട്ടിച്ചേർന്ന് കിടക്കും. ഈ പെണ്ണിനെ പറ്റിപ്പിടിച്ച് ഔലിയപ്പാപ്പ കിടക്കും. അങ്ങനെ നാട്ടിലെ പള്ളിയിലെ ഔലിയരോട് പോയി പറഞ്ഞു, അങ്ങനെ ഒരു ഔലിയപ്പാപ്പ മരിച്ചു പോയി, എന്നാലിന് ഔലിയപ്പാപ്പ വരുന്നുണ്ട് എൻ്റെ അടുത്ത് രാത്രി. അപ്പോൾ ആ മൗലിയർ പറഞ്ഞു, യാസീൻ ഓതിക്കോളി പറഞ്ഞോളി, നല്ലതാണ്, തൗഫീഖാണല്ലോ. നഷ്ടപ്പാതൊക്കെ ഉറങ്ങാൻ കിടന്നാൽ ഒരു ഔലിയപ്പാപ്പ ഒരു പെണ്ണിൻ്റെ അടുത്ത് വന്ന് കിടക്കുക. എന്നോ മരിച്ചോ ഔലിയപ്പാപ്പ. ആ മൂലയോട് പറഞ്ഞു, മറ്റേ മൂലയിൽ പറഞ്ഞു, ദ്വാരനോളി, അള്ളാഹുവിൻ്റെ തൗഫീഖാണ് നിങ്ങൾക്ക്, ഇത് എല്ലാവർക്കും കിട്ടൂല, നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിച്ചതാണ്, മറിച്ചത്. മറ്റേ മൂലയോട് പറഞ്ഞു, ആ മൂലയോട് അങ്ങനെ തന്നെ പറഞ്ഞു. അതിനനുസരിച്ച് മൗലൂദ് കൂട്ടി, അതിനനുസരിച്ച് പറ്റിപ്പിടിച്ച് കിടക്കലും കൂട്ടി. ഉറങ്ങാൻ കിടന്നാൽ ഒരു പെണ്ണിൻ്റെ അടുത്ത് ഭർത്താവ് കിടക്കും പോലെ കിടക്കുക. ഔലിയപ്പാപ്പ വന്നിട്ട് എന്നോ മരിച്ച ഔലിയപ്പാപ്പ വന്ന് കിടക്കുക. അങ്ങനെ യാദൃച്ഛികമായി ഈ സ്ത്രീ തിരുപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ മുന്നിൽ പോയി പെട്ടു. അപ്പൊ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഉസ്താദേ, പിന്നെ ഉസ്താദേ, എന്തേ എൻ്റെ അടുത്ത് നാലിന്നെ ഔലിയപ്പാപ്പ വരില്ലുണ്ട്, രാത്രിയായാലും എൻ്റെ അടുത്ത് വന്ന് കിടക്കും. അവർ പൂരിശ പറഞ്ഞതാണ്. ആര്? ഈ പെണ്ണ്. കാരണം എല്ലാ മൂല്യന്മാരും പറഞ്ഞല്ലോ, അതെൻ്റെ ഭാഗ്യമാണ്. ഔലിയപ്പാപ്പ ഒന്നാണ് എന്നെ പറ്റി പിടിച്ച് കിടക്കുകയാണെങ്കിൽ എൻ്റെ രഹസ്യത്തിലും പരസ്യവുമായ എല്ലാ സ്ഥലങ്ങളിലും തൊട്ടും പിടിച്ചും കിടക്കുക, പുതിയാപ്പിള കിടക്കും പോലെ പറഞ്ഞിട്ട് ഇതിൻ്റെ അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ എന്നോട് ഞാൻ പറയിപ്പിക്കരുത്, നിങ്ങൾക്ക് അന്തണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത്. ഒരു പെണ്ണിൻ്റെ, ഒരു ബാല്യക്കാരത്തിൽ പെണ്ണിൻ്റെ ശരീരത്തിൽ ഉള്ള എല്ലാ രഹസ്യഭാഗങ്ങളും തൊട്ടിട്ട് കിടക്കുക ഒരു മനുഷ്യൻ. ഏതോ കാലത്ത് മരിച്ചു പോയാലോ ഔലിയപ്പാപ്പ കിടക്കുക.
അപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് അതിൽ ഭാഗ്യം കിട്ടിയതാണ്. ചിലപ്പോൾ പരലോകത്ത് എൻ്റെ ഭർത്താവായിരിക്കും. അന്ന് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇത് മൗലൂദും അദ്ദാദും യാസീനും ഖുർആനും ഒക്കെ ഉള്ള നല്ല പെണ്ണാണല്ലോ. ഓ അൽഹംദുലില്ലാ. അങ്ങനെ ഈ ഒരു മഹത്വം ഈ സ്ത്രീ തൃപ്പനിച്ച് മനസ്സിലോട് പറഞ്ഞു. എല്ലാ മൂല്യന്മാരോട് പറഞ്ഞപ്പോൾ ഓലൊക്കെ എന്ത് പറഞ്ഞു? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ, നന്നായി നന്നായി പഠിച്ചോനെ, ഞങ്ങളെ പെണ്ണുങ്ങൾക്ക് കൂടി ഭാഗ്യം കിട്ടുക വലിയ കാര്യം. തൃപ്പനിച്ച് ചിരിച്ചു പറഞ്ഞതാണ്. ദേഷ്യം അതിക്ക് തൃപ്പനിച്ച് ദേഷ്യം. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു, രൂക്ഷമായി ഒന്ന് നോക്കിങ്ങ്. ഞാൻ ചൂളിപ്പോയി. എന്തോ ഒരു സാധനം എൻ്റെ തടിയിൽ നിന്ന് ഇറങ്ങുന്നത് പോലെ എനിക്ക് തോന്നി. ഈ സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ഇനി എത്ര ട്രോളിയാലും അള്ളാഹുവാണ് സാക്ഷി. ഈ സ്ത്രീ എന്നോട് പറഞ്ഞു. മനസ്സിലായോ പറഞ്ഞത്? എന്തോ ഒരു സാധനം എൻ്റെ തടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, തിരിഞ്ഞു പോയിക്കളാം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ പോലത്തെ ഒരു ജന്തു, അതിൻ്റെ ബാക്ക് ഭാഗം ഞാൻ കണ്ടു, നഗ്നനാണ്. അപ്പോൾ പറഞ്ഞു, ശൈത്താനായിരുന്നു കേട്ടോ, ഇനി വരില്ല. പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. അവ മറ്റൊരു വേറെ കുറേ മൂല്യന്മാരോ? ഈ മൂല്യന്മാർ, ഈ പറയുന്ന മനുഷ്യന്മാർ ഈ ജാതി ആളുകളെ അരിച്ചാൽ എന്താവും? അപ്പോൾ വലിയ ശൈത്താനവും ശൈത്താവില്ലയോ? വരാതിരിപ്പം അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല? അപ്പം അത്രയേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. വാമിന് അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? മുമ്പ് എൻ്റെ നാട്ടിലൊരു കഥാപ്രസംഗം നടന്ന കഥാപ്രസംഗം നടന്ന ആൾ കൂടിയപ്പോൾ ഇതിവിടെ ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ കഥയാണ് പറയുന്നത്. അപ്പോൾ സസ്നാഥ് വേണ്ടിയിട്ട് പറഞ്ഞു, ആ കഥ ഇവിടെ കഴിഞ്ഞല്ലോ വേറെ ആൾ പറഞ്ഞേക്കണം. എന്നാ ഇസ്മായിൽ അദ്ദേഹത്തിൻ്റെ ഇത് പറയാം. എന്നാ തിരക്കില്ല. അത്രയല്ലുള്ളൂ. ഇവിടെ പറഞ്ഞ് ഇബ്രാഹിം അദ്ദേഹം അല്ല, ഞങ്ങൾ ഇബ്രാഹിം അദ്ദേഹം എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മകനായ ഇസ്മായിൽ അദ്ദേഹത്തിനെ പറ്റിയാ പറയുന്നത്. എന്നാ കുഴപ്പമില്ല. നാട്ടിൽ എത്രയേ ഉള്ളൂ. മനസ്സിലായോ? അല്ല, ഇബ്രാഹിം അദ്ദേഹമിന്റെ കഥയല്ലേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഇസ്മായിൽ അദ്ദേഹമിന്റെ പറഞ്ഞിട്ടില്ലല്ലോ. ഇസ്മായിൽ അദ്ദേഹം എന്നൊരാൾ ദുനിയാവില് ഉണ്ടോ അല്ലേ നോക്കേണ്ട ആവശ്യം നാട്ടിലേക്കില്ല. നോണ പറഞ്ഞാൽ മതി. അപ്പൊ അന്നത്തെ ഭക്ഷണത്തിനുള്ളത് എന്തോ ഒരു നോണ ഇസ്മായിൽ അദ്ദേഹമിനെ പറ്റി പറഞ്ഞ് ഒരു പോവും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തിനാണ് നിങ്ങൾ ചിന്തിക്കി. നാട്ടുകാരൊക്കെ മുറുക്കി പിടിച്ചോ, യാസീനോദിക്കോ എന്ന് പറഞ്ഞ ആളാണ് ഇത്. അതെത്തേണ്ട ലാബിലേക്ക് എത്തി. ശൈത്താനാണ്. ഒരു സാധനം എന്നിൽ നിന്ന് അഴിഞ്ഞത് പോലും പോലെ എനിക്ക് തോന്നി, രൂക്ഷമായ നോട്ടത്തിൽ. പിന്നെ എന്നോട് പറഞ്ഞു അങ്ങോട്ട് നോക്കുക. അപ്പോൾ പൂർണ്ണ നഗ്നനായൊരു മനുഷ്യന്റെ പെരടി മുതൽ കാല് വരെയുള്ള ആ ഭാഗം ഞാൻ കണ്ടു. കുറ്റിക്കാട്ടിൽ ഓടി മറിയാം. ഇനി വരില്ല, ശൈത്താനായിരുന്നു, ഇനി വരില്ല കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലായോ? അതാ പറഞ്ഞത്. കഴിവില്ലാത്തവർ പരിശോധിച്ചാൽ എന്താവും? ശൈത്താൻ ഔലിയപ്പാപ്പയാവും, ഔലിയപ്പാപ്പ ശൈത്താനുമാവും. നമ്മൾ ലാബുണ്ടാക്കി പരിശോധിക്കണം നല്ലതാണ്. പക്ഷെ നമ്മളെ ലാബിന് കരുത്ത് വേണം. നമുക്ക് എന്താണ് കരുത്ത്? എന്താണ് കരുത്ത്? ബുക്കോ? ബുക്കിനാണ് കരുത്ത് എങ്കിൽ ലോകത്ത് ഏറ്റവും ഉത്തമ ജനത എപ്പോഴാണ് ഉണ്ടായത്? മുത്തുനബിന്റെ കാലത്ത് ഒരു ബുക്കുമില്ല, ഖുർആൻ വരെ ബുക്കല്ല. ഇപ്പൊ ബുക്കോട് ബുക്കാണ്. കോടാനക്കോടി ബുക്കുകളാണ് ഇപ്പൊ ഇസ്ലാമിന്റെ മാത്രം എഴുതിയത് ലോകത്തുള്ളത്. മുത്തുനബിന്റെ കാലത്ത് ഖുർആൻ പോലും ബുക്കായിട്ടില്ല. അപ്പൊ ബുക്ക് കൊണ്ടാണ് ഞമ്മക്ക് കിതാബുണ്ട്. എന്നാ കിതാബ് നോക്കുകയാണെങ്കിൽ കിതാബിന്റെ എണ്ണത്തിലാണ് മുസ്ലിം സമുദായം മഹത്വവൽക്കരിക്കപ്പെടുമെങ്കിൽ ലോകത്ത് ഏറ്റവും വലിയ മഹത്തായ മുസ്ലിമീങ്ങൾ നമ്മളാവും. പാവൻ നബിന്റെ കാലത്തൊക്കെ പോക്കാണ്. ഒരു ബുക്ക് വരെ ഇല്ല. അങ്ങനെ പറയേണ്ടി വരില്ല. ബുക്ക് ഉണ്ടാകുന്നതിനനുസരിച്ച് നമ്മൾ നാശാക ചെയ്ത്. ബുക്കില്ലാത്ത കാലത്ത് നന്നായിരുന്നു.
ഹബീബായ റസൂലുള്ളാഹിയുടെ കാലത്തിന് ശേഷമാണ് ഖുർആനെ ഒരു പുസ്തകത്തിലാക്കി ക്രോഡീകരിക്കുന്നത്. എന്നിട്ട് സിദ്ദീഖുൽ അക്ബറിന്റെ വീട്ടിൽ വെച്ചു, പിന്നെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെ വീട്ടിൽ വെച്ചു. നാട്ടിലേക്ക് അച്ചടിച്ച് കൊടുത്തയച്ചില്ല, അതിന്റെ ആവശ്യമല്ല. അവർക്കൊക്കെ അതുണ്ട് അവരുടെ ഹൃദയത്തിൽ, അവരുടെ ജീവിതത്തിൽ. പ്രാക്ടിക്കലായിട്ടും അറിയാം, പിന്നെയോ ബൈഹായിട്ടായിട്ടും അറിയാം. അപ്പൊ നമ്മൾ മഹത്തുക്കളായ ആളുകളെ നമ്മൾ പരിശോധിക്കുന്നത് നല്ലതാ. പക്ഷേ 100 വട്ടം ആലോചിച്ചാൽ എന്തുകൊണ്ട് നമ്മൾ ആലോചിക്കാതെ വേണ്ടത് അങ്ങനത്തെ ലബോറട്ടറി നമ്മുടെ കയ്യിലില്ലാതെ ഈ ദുനിയാവിന്റെ രാഷ്ട്രീയക്കാർ കൊടുക്കുന്ന അപ്പക്കഷ്ണത്തിൽ തൃപ്തിപ്പെട്ട് നടക്കുന്ന നമ്മള് അള്ളാഹുമായി വളരെ ദൂരത്താണ് എന്നത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും സത്യവും യാഥാർത്ഥ്യവുമാണ്. ചിന്തിക്കുക, നമ്മൾ അള്ളാഹുവിൽ നിന്ന് വളരെ അള്ളാഹുമായി അത്ര ബന്ധമുള്ള ആളുകളാണ് ലബോറട്ടറിയിൽ പരിശോധിക്കേണ്ടത്. ഔലിയാക്കളെ പരിശോധിക്കേണ്ടത് ബുക്ക് മനപ്പാടാക്കിയവരോ ബുക്ക് എഴുതിയവരോ അല്ല. അതാരായിരിക്കണം? ഔലിയാക്കൾ ആരിലേക്ക് ചേർന്നോ അവരിലേക്ക് ചേർക്കപ്പെട്ടവരായിരിക്കണം. ഇല്ലെങ്കിൽ എപ്പോഴും പേച്ചാലോ പേച്ച കുരുത്തക്കെടും, അക്കുരുത്തക്കെടോ ദുന്യാവാഹം നാട്ടപ്പെടും. അതാണ് എല്ലാം ഉണ്ടാവും. അതാണ് പ്രശ്നം. അതിനാണ് മനസ്സിലാക്കൂടി. അതിനർത്ഥം ആരും പരിശോധിക്കേണ്ടെന്നല്ല, പരിശോധിക്കൊണ്ടവരൊക്കെ പരിശോധിക്കാം. ഈ ലോകത്താരും പരിശോധിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു. എന്തുകൊണ്ട്? ഈ പരിശോധിക്കുന്നവരെക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും മഹാന്മാരായ ആളുകൾ പരിശോധിച്ച റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് എന്നതാണ് കാരണം. അതിൽ റിപ്പോർട്ട് പരിശോധിച്ച മഹത്തുക്കളായ ആളുകളുടെ ഒരു രോമത്തിൻ്റെ ഉഷർമേഷാർ പോലും ഇന്ന് പരിശോധിക്കാൻ ഒരുങ്ങി നടക്കുന്നവർക്ക് കഴിവില്ല എന്ന കാര്യവും എനിക്ക് ഉറപ്പാണ്. കഴിവുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നല്ല, കഴിവില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. എന്താ കഴിവ്? കഴിവ് എന്ന് പറഞ്ഞാൽ എന്താ? അൽ ഉസ്ലത്തു ഇലാ റബ്ബിനാ തബാറക വ തആല, റബ്ബിലേക്കുള്ള ചർച്ചയാണ്. അല്ലാതെ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകളുടെ അവർ കൊടുക്കുന്ന അണ്ടിപ്പരിപ്പും ബദാമും തിന്നുക എന്നുള്ളതല്ല മഹാന്മാരെ യോഗ്യത. അതല്ല യോഗ്യത. യോഗ്യത അള്ളാഹുവിലേക്കുള്ള ചർച്ചയാണ്. നമുക്ക് അള്ളാഹു ചെറുതായത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ വലിയതായത്. അള്ളാഹു വലിയതായാൽ ഇതൊക്കെ നമുക്ക് ചെറുതായി തോന്നും. ജോർജ് ബുഷ് വരെ ചെറുതാവും. അതാണ് അവർക്ക് അള്ള വലിയവരും ലോകം ചെറിയവരുമാണ്. നമുക്ക് ലോകം വലിയതായപ്പോൾ നീ പറയേണ്ടതില്ല, അള്ളാഹ് ചെറുതാവും. നമ്മളെ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് വരെ ഒരു നാവിൻ്റെ കളി മാത്രമാണ്. നമുക്ക് അള്ളാഹു അക്ബർ തോന്നിയിട്ടല്ല. അള്ളാഹു അങ്ങനെ നമുക്ക് അക്ബറാകുക. നമുക്ക് അള്ളാഹിന് എന്ത് പേടിയുള്ളത്? രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വെടിവെച്ചാൽ ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള പേടിയുടെ 10% നമുക്ക് ആരെ പേടിയില്ല? അള്ളാഹിന് പേടിയില്ലല്ലോ. അള്ളാഹ് നമുക്കൊരു വരുമാന മാർഗം. നമുക്ക് ദ്വാ സമ്മേളനം നടത്താം. അതിനു വേണ്ടിയാണ് അള്ളാഹ്. എന്തിനാ അള്ളാഹ് നമുക്ക് ദ്വാ സമ്മേളനം നടത്താനുള്ള ഒരാളാണ്. അള്ളാഹ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ദ്വാ സമ്മേളനം നടത്താം. വരുന്നവർക്കും ലാഭം. അതുണ്ടായതുകൊണ്ട് കഴിഞ്ഞു പോകുമ്പോൾ ചോറ്റം പൊതിയിട്ടു. ഇപ്പം അതല്ലാതെ കണക്കൂല. നമുക്ക് ദ്വാ സമ്മേളനം നടത്തണമെങ്കിലും ആ ദ്വാ കഴിഞ്ഞിട്ട് ഒരു ക്വായ നടത്തണമെങ്കിലും തുടക്കത്തിൽ ദ്വായും ഒടുക്കത്തിൽ ക്വയയും. ഈ ദ്വായും ക്വയയും നടക്കണമെങ്കിലും ആര് വേണം? അള്ളാഹ് വേണം. അല്ലാതെ അല്ലാഹു അക്ബർ നമുക്ക് തോന്നിയിട്ടില്ല. അത് നമ്മളെ ഭർത്താനാണ്. തൊള്ളോണ്ട് പറയാം അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ ആണെങ്കിൽ എങ്ങനെ ദുനിയാവിനെ അലിയാരെ പേടിക്കുക? അതെങ്ങനെയാണ് പേടിക്കല്? എന്താ നമ്മൾ ആലോചിക്കാത്ത? എവിടെ നമുക്ക് അള്ളാഹിനെ പേടി? എന്ത് പേടിയുള്ളത്? എന്ത് പേടി അള്ളാഹിനുണ്ട്? നമുക്ക് എന്ത് പേടിയാണ്? നമുക്ക് അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് എന്താ അള്ളാഹിനെ പേടിയുള്ളത്? ഞങ്ങൾ ആരും വിമർശിക്കല്ല. ഞാനൊരു വസ്തുത, നിങ്ങൾ ദേഷ്യപ്പെടരുത്, ഒരു വസ്തുത പറയാണ്. അള്ളാഹിനെ ആർക്കാ പേടിയുള്ളത്? ചിന്തിക്ക്. അള്ളാഹിനെ ആർക്കാ പേടിയുള്ളത്? ദുനിയാവിൻ്റെ ഒരു കാര്യം എന്ത് പേടി അള്ളാഹിനുള്ളത്? എന്ത് പേടി? ആർക്കും ഏത് മൂല്യർക്ക് പേടി? എനിക്ക് മനസ്സിലാവണില്ല ഏത് മൂല്യർക്കാണ് അള്ളാഹിനെ പേടിയുള്ളത്.
ഒരു പാവപ്പെട്ട കുട്ടി ഒരു മദ്രസയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാത്തൊരു കുട്ടി സർട്ടിഫിക്കറ്റിന് വേണ്ടി മറ്റോ അത് പഠിച്ച് പാസ്സായ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് സ്റ്റേജിൽ നിന്ന് ആ കുട്ടിയെ ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞ കൊല്ലം. അപ്പോൾ ആ പെൺകുട്ടി സ്റ്റേജിലേക്ക് നടന്നു വന്നു. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ആലിം ആ സ്റ്റേജിലുണ്ട്. അപ്പോൾ പണ്ഡിതോചിതമായി ആലിം പ്രതികരിച്ചു, വലിയ പെൺകുട്ടികൾ സ്റ്റേജിലേക്ക് വരാൻ പാടില്ല. പണ്ഡിതോചിതമായി പ്രതികരിച്ചു. അതൊരു അനിവാര്യമായ പ്രതികരിക്കലുമാണ്. അതിനെതിരെ ഇവിടുത്തെ ലിബറലിസ്റ്റുകളെല്ലാം ഉറഞ്ഞു തുള്ളി. അപ്പോൾ നമ്മളെല്ലാവരും ആ പണ്ഡിതന്റെ പക്ഷത്ത് നിന്ന് സംസാരിച്ചു. അതിൻ്റെ മേൽ എന്ത് വന്നാലും ഞങ്ങൾ അതിൻ്റെ മേൽ നിലകൊള്ളുമെന്ന് പറഞ്ഞ് ഞാനടക്കം ഞാൻ എത്രയോ പ്രസംഗങ്ങൾ നടത്തി, നിങ്ങൾക്ക് നോക്കിയാൽ കിട്ടും. എത്രയോ പ്രസംഗം ഞാൻ നടത്തിയിട്ടുണ്ട് ആ പണ്ഡിതന് പിന്തുണ കൊടുത്തുകൊണ്ട്. ഈ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം ഈ പറയുന്നത്. എന്തുകൊണ്ട് ആലിമീങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കൽ അവരുടെ അനിവാര്യതയാണ്, അത് അവർ ചെയ്തു. അതേസമയം അത് കഴിഞ്ഞു. ഈ പെൺകുട്ടിക്ക് ഒരു പെണ്ണിനുണ്ടാകേണ്ട അടയാളങ്ങളൊന്നും പ്രത്യക്ഷത്തിലില്ലാത്തൊരു പെൺകുട്ടിയാണ് എന്ന് ആ ഫോട്ടോ കണ്ടാൽ അറിയാം. എന്നാലും ഒരു കീഴ്വഴക്കം നന്നായി തീരണമെന്ന നിലക്കാണ് ആ പണ്ഡിതന് പ്രതികരിച്ച്. വളരെ നല്ലത്, നമ്മളെ 100% പിന്തുണക്കുന്നു. അതേ സമയത്ത് അത് കഴിഞ്ഞ് ഈ സ്റ്റേജ് വിവാദം കഴിഞ്ഞിട്ട് 1.5 മാസം കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടി 25,000 മുസ്ലിം പെണ്ണുങ്ങളെ കൊണ്ട് കോഴിക്കോട്ടങ്ങാടി മുദ്രാവാക്യം വിളിച്ചു നടന്നു. ഒരു മൗലവി പ്രതികരിച്ചില്ല. നിങ്ങൾക്ക് അല്ലാഹു അക്ബറോ രാഷ്ട്രീയ പാർട്ടി അക്ബറോ അത് പറയും. എന്തെങ്കിലും പ്രതികരിക്കാഞ്ഞു? എന്ത് പ്രതികരിക്കാൻ? എന്താ വിവരം അറിയും? അള്ളാഹിന്റെ കാര്യം അള്ളാഹിനെ പേടിക്കണ്ട, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ മതി. പിന്നെ 25 അങ്ങി കരഞ്ഞാലും മതി, അള്ളാഹ് പൊറുക്കും. ഇത് വിവരം അറിയും. എന്ത് ന്യായം പറയും? എനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടിയില്ല. എന്താണ്? ചിലപ്പോൾ എനിക്ക് വിവരമില്ലാത്തതുകൊണ്ടായിരിക്കും. 25,000 യുവതികളായ പെണ്ണുങ്ങളെയും കൊണ്ട് ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടി കോഴിക്കോട്ടങ്ങാടിയിൽ മുദ്രാവാക്യം കുറിച്ച് ഉറഞ്ഞു തുള്ളി. എന്ത് ഒരു മൂല്യം പ്രതികരിക്കാഞ്ഞു? അപ്പം നിങ്ങളെ ദീൻ എവിടെ പോയി? എന്ത്? അപ്പം നാടകമാണ് ഇതൊക്കെ. ഇത് നാടകമല്ലെങ്കിൽ നിങ്ങൾ ദയവായി ഈ പ്രഭാഷണം കേൾക്കുന്നവർ ഇത് നാടകമല്ല എന്നുള്ളതിന് തെളിവ് പറഞ്ഞാൽ ഞാൻ നാളത്തെ പ്രസംഗത്തിൽ മാപ്പ് പറയും. പഠിച്ചോനെ എനിക്ക് തെറ്റിപ്പോയതാണ്. സ്ത്രീകൾ വലിയ വലിയ ഒരു പെണ്ണിന്റെ സർവ്വ അടയാളങ്ങളുമുള്ള വലിയ വലിയ യുവതികളെ കൊണ്ട് ഒരു മുസ്ലിം രാഷ്ട്രീയ പാർട്ടി 25,000 പെണ്ണുങ്ങളെ പച്ചപ്പകലിൽ കോഴിക്കോട്ടങ്ങാടിയിൽ മുദ്രാവാക്യം വിളിച്ച് ആകെ നടത്തി. നിങ്ങൾ മൂല്യമാര് പ്രതികരിക്കാഞ്ഞു? നിങ്ങൾക്ക് എന്റെ ദീനാള് മൂല്യന്മാര്, മൗലവിമാര്, നിങ്ങൾക്ക് എന്റെ ദീനാള്. അതേസമയത്ത് ഒരു പാവപ്പെട്ട പെൺകുട്ടി സ്റ്റേജിലേക്ക് കയറി വന്നപ്പോൾ പ്രതികരിച്ചു. നല്ലതാണ്, പ്രതികരിക്കേണ്ടതിനാണ്. ആ ആലിമിന് നമ്മൾ സർവ്വ പിന്തുണയും കൊടുത്തു. ഞാനടക്കം എല്ലാവരും കൊടുക്കണം. അതേസമയത്ത് ഇതിൽ നമ്മൾ പ്രതികരിക്കാഞ്ഞു. എന്താ? നമ്മളെ അല്ലാഹു അക്ബർ എന്ന വാക്കെന്നെ നുണയാണ്. നമുക്ക് അല്ലാഹു അക്ബർ ആൻ തോന്നിയിട്ടാണില്ല. അല്ലാഹു അക്ബർ തന്നെയാണ് ഒരു ആവറേജ് അക്ബർ. പക്ഷെ അതിനേക്കാളും അക്ബറും ഉണ്ട്. അല്ലാഹു അക്ബർ അല്ലേ? അല്ലാഹു അക്ബറാണ് ഒരു ആവറേജ് അക്ബറാണ്. പക്ഷെ അതിനേക്കാളും അക്ബറുകളും ഉണ്ട് എന്നാണ് നമ്മളെ ഉള്ളിലുള്ളത്. അല്ലാഹു അക്ബർ ആണെങ്കിൽ പിന്നെ ഇത് പ്രതികരിക്കണത് എന്താ? അതുകൊണ്ട് റബ്ബുമായി അകന്നു നിൽക്കുന്ന ഈ ജാതി മനുഷ്യന്മാർ അള്ളാന്റെ ഔലിയാക്കന്മാർ കരിപ്പയാകാൻ നടന്നാൽ അവരുടെ ദീനെയും ശേഷം ദുനിയാവേയും ആഖിറം തന്നെയും